നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൺസിഡർ ആൻ ഇൻവിസ്കിഡ് ഫ്ലോ. ഇൻവിസ്കിഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ അറിയാം, വിസ്കോസിറ്റി ഇല്ലാത്തൊരു ഫ്ലോ, ഐഡിയൽ ഫ്ലോ. ഐഡിയൽ ഫ്ലോയിൽ മാത്രമാണ് നമുക്ക് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഓർത്തോണം, വിസ്കോസിറ്റി ഉള്ള ഫ്ലോയിൽ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ത്രൂ എ സ്മൂത്ത് പൈപ്പ്, ഒരു സ്മൂത്ത് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് വെർട്ടിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഹാസ് എ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. പിറ്റോട്ട് ട്യൂബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഓർത്ത് വെച്ചോണം. പിറ്റോട്ട് ട്യൂബ് ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോയിലെ വെലോസിറ്റി മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഒരു പൈപ്പ് ഫ്ലോയ്ക്കകത്തുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് പിറ്റോട്ട് ട്യൂബ്, ഓർത്ത് വെച്ചോണം. പിറ്റോട്ട് ട്യൂബ് അറേഞ്ച്മെൻറ്റ് ആസ് ഷോൺ. ഫൈൻഡ് ദ സെൻട്രൽ ലൈൻ വെലോസിറ്റി ഇൻ ദ പൈപ്പ്. ഓക്കെ, അതായത് ഈ പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റിലെ വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അത് കൺസിഡർ ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് 1000 kg/m3. ആക്സിലറേഷൻ ഈസ് 10 m/s. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഈസ് 11. അപ്പോൾ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്നൊരു കൺസെപ്റ്റിനെ പറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇനീഷ്യലി പിറ്റോട്ട് ട്യൂബ് എന്താണ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പിറ്റോട്ട് ട്യൂബ്, അത് വെലോസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, അതെല്ലാം നമുക്ക് കണ്ടു നോക്കാം. ഞാനൊരു പൈപ്പ് ഫ്ലോ കൺസിഡർ ചെയ്യാണ്. ഒരു പൈപ്പ് ഫ്ലോ എടുത്തു. ഇതിൻ്റെ അകത്തോടെ ഞാനൊരു പിറ്റോട്ട് ട്യൂബ് കടത്തി വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനീഷ്യലി ഇത് വാട്ടർ സർഫസാണ്. ഓക്കെ, ഇത് പൈപ്പ് ഫ്ലോ ആണെന്ന് കൺസിഡർ ചെയ്തോളാം. ഇത് പൈപ്പിൻ്റെ 2 സർഫസുകളാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ബെൻഡ് ട്യൂബ് പിറ്റോട്ട് ട്യൂബാണ്. ഓക്കെ, ഇത്ര ഓർത്ത് വെച്ചോളാം. ഇതൊരു ബെൻഡ് ട്യൂബ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. വേറെ കൺസ്ട്രക്ഷൻ വൈസും സിമ്പിൾ തന്നെയാണ്. ഇതിൻ്റെ അകത്തോടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കുക. പൈപ്പിൻ്റെ അകത്തോടെ ഓക്കെ. അപ്പോൾ ഇവിടെ പൈപ്പ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്തോടെ പൈപ്പല്ല, ഇതിൻ്റെ അകത്തോടെ ഉള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി വി ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഫ്ലൂയിഡ് അകത്തേക്ക് കയറും. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്ന വെലോസിറ്റിയോട് ഒരു ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇത് ഇനീഷ്യലി ഉള്ള കാര്യമാണ് സംസാരിക്കുന്നത്. കയറി ഫ്ലൂയിഡ് ഇവിടം വരെ എത്തിയെന്ന് വിചാരിക്കാം. ഇവിടം വരെ എത്തുന്നോടം വരെ ഇതിന് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ പോകാൻ സാധിച്ചു. പക്ഷേ ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഈ വെലോസിറ്റി ഉപയോഗിച്ചിട്ടാണ് ഈ സാധനത്തിന് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഇതിന് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യാനുള്ള എനർജി വേറെ എവിടെ നിന്നോ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ടോട്ടൽ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ വെലോസിറ്റി വി ആയിരുന്നു. ഇത് ഇവിടം വരെ റൈസ് ചെയ്തപ്പോഴും ഈ ഫ്ലൂയിഡിന് വി എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്. കാരണം ഈ ലെവൽ വരെയാണല്ലോ അതിനുള്ളൂ. പക്ഷെ ഇതിന് കഴിഞ്ഞ് മുകളിലേക്ക് പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ വി എന്ന് പറഞ്ഞ ഈ ഫ്ലൂയിഡ് പാർട്ട് ഇവിടെയുള്ള ഈ വെലോസിറ്റി കുറയും. അപ്പോൾ ഈ വെലോസിറ്റി കാരണം എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് റൈസ് ചെയ്യും. ഓക്കെ, ഇതിനകത്തുള്ള വെലോസിറ്റി റൈസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്ത് റൈസ് ചെയ്യുന്നത് നിൽക്കും. എന്ത് കാരണം കൊണ്ടാണ് നിൽക്കുന്നത്? കാരണം ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, ഒരു ഫ്ലൂയിഡിന് ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. ഈ വെലോസിറ്റി കാരണം ഈ ഫ്ലൂയിഡ് ഇതിന് മുകളിൽ റൈസ് ചെയ്തു. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ വെലോസിറ്റി ഫുള്ള്, ഇത് റൈസ് ചെയ്യാനായിട്ടുള്ള എനർജി ഫുള്ള്, ഇതിൻ്റെ വെലോസിറ്റി ഫുള്ള് കൊടുത്തു എന്ന് വിചാരിക്കാം ഈ പോയിന്റിലുള്ള. അത് ഇവിടുത്തെ വെലോസിറ്റി 0 ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റൈസ് അങ്ങ് അവസാനിക്കും. റൈസ് അവിടെ നിൽക്കും ഫ്ലൂയിഡ്. അപ്പോൾ ഇത് സ്റ്റേബിളായി എന്ന് വിചാരിക്കാം. ഈ റൈസ് സ്റ്റേബിളായി. ഈ ഹൈറ്റിന് നമ്മൾ എച്ച് എന്ന് വിളിക്കുക. ഓക്കെ, ഈ ഹൈറ്റിന് നമ്മൾ എച്ച് എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഫ്ലൂയിഡ് എന്തുകൊണ്ടാണ് റൈസ് ചെയ്തത്? ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കാരണമാണ് ഇത് ഈ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റൈസ് ചെയ്തത്. അല്ലെങ്കിൽ അത് ഇവിടം വരെ പോകുമായിരുന്നുള്ളൂ, അങ്ങനെ അപ്പുറത്തേക്ക് പോവില്ല. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഈ എച്ച് എന്ന് പറയുന്നത് ഈ വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ബെർണോളിസ് തിയറം ഉപയോഗിച്ച് വളരെ സിമ്പിളായ ഇക്വേഷൻ ഈ വെലോസിറ്റി കണ്ടുപിടിക്കാനുണ്ട്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ എന്താണ്? V = √2gh. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതാണ് എച്ച്. ഈ വെലോസിറ്റി കാരണം ഈ പൈപ്പിൻ്റെ അകത്ത് റൈസ് ആയ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. വളരെ സിമ്പിളായ ഇക്വേഷൻ. ഈ എച്ച് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. പക്ഷേ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് വേറെ ഒരു ട്വിസ്റ്റും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ അവർ തന്നില്ല.
ഇവരൊരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തത് എന്താണ് അതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നമുക്കൊരു മാനോമീറ്റർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു പൈപ്പാണെങ്കിൽ ഈ പൈപ്പിൻ്റെ അകത്തോടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. പൈപ്പിൻ്റെ അകത്തോടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡ് വാട്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ ഓർത്തോണ്ട് എല്ലാവരും ഓർത്ത് വയ്ക്കേണ്ടതാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 kg/m3 ഓർത്ത് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ സൈഡിലേക്ക് ഞാനൊരു യൂട്യൂബ് മാനോമീറ്റർ കൊടുക്കുകയാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ കണക്ട് ചെയ്യുന്ന ട്യൂബിൻ്റെ ഷേപ്പ് യു ആണ്. അതുകൊണ്ട് മാത്രമാണ് അതിനെ യൂട്യൂബ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ മാനോമീറ്ററിൻ്റെ പ്രത്യേകത? മാനോമീറ്ററിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്ത് വാട്ടർ റൈസ് ആവും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ലോ ഉണ്ട്. അതായത് ഒരു ഫ്ലൂയിഡ് അടങ്ങിയിരിക്കുന്ന ഒരു ചേമ്പർ ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഫ്ലൂയിഡ് അടങ്ങിയിരിക്കുന്ന ഒരു ചേമ്പർ ഉണ്ടെങ്കിൽ ദ പ്രഷർ പി ഈസ് ഈക്വൽ ടു, ഫ്ലൂയിഡ് അടങ്ങിയ ചേമ്പറോ ഫ്ലോ ഉണ്ടെങ്കിലോ എന്തായിരുന്നാലും ശരി, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. അതായത് ഫ്ലൂയിഡിലെ പ്രഷർ, ഇപ്പോൾ അതായത് ഈ പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചാൽ മതി. അതായത് ഞാനൊരു ടാങ്ക് എടുക്കുക എന്ന് വിചാരിക്കുക. ടാങ്കിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? റോ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്, നമുക്കറിയാം. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, നമുക്കറിയാം 9.81. എച്ച് എന്ന് പറയുന്നത് ഫ്ലൂയിഡിൻ്റെ ഫ്രീ സർഫസിൽ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. ഓക്കെ, അപ്പോൾ ഇത് H1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് H1 ആണ്. ഇത് 2 എന്ന് പറയുന്ന പോയിൻ്റാണ്. 2 എന്ന് പറയുന്ന പോയിൻ്റ് ഡിസ്റ്റൻസ് H2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണ്? നമ്മൾ ഒരു ഫ്ലൂയിഡിൻ്റെ സർഫസിൽ നിന്ന് താഴേക്ക് പോകുന്നതോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലെവലിൽ, അതായത് 1 എന്ന് പറയുന്ന പോയിൻറ്റിനെ സെയിം ലെവലിൽ വേറെ 3 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. 1ൻ്റെയും 3യുടെയും എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് സെയിം ആയതുകൊണ്ട് 1ലെയും 3ലെയും പ്രഷർ സെയിം ആയിരിക്കും. ഒരു ലെവൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ താഴെയുള്ള ലെവലിൽ പ്രഷർ കൂടുതലായിരിക്കും, മുകളിലുള്ള ലെവലിൽ പ്രഷർ കുറവായിരിക്കും. അതാണ് അതിൻ്റെ ബേസിക് അർത്ഥം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എ എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. ഈ സെയിം ലെവലിൽ എന്ന് പറയുന്ന പോയിൻ്റ് അല്ല, ഞാൻ മറ്റൊരു പോയിൻ്റ് എടുക്കുകയാണ്. ഇത് എന്ന് പറയുന്ന പൈപ്പ് ഫ്ലോ ചെയ്യണം. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലെവൽ കൺസിഡർ ചെയ്തു, ഒരു സെയിം ലെവൽ കൺസിഡർ ചെയ്തു. അതായത് നമ്മുടെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഉപയോഗിച്ച് ഈ പോയിൻറ്റിൻ്റെയും പ്രഷർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ പോയിൻറ്റിൻ്റെയും പ്രഷർ സെയിം ആയിരിക്കണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇത് H1 ആണെന്ന് വിചാരിക്കുക, ഇത് H2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും? ഈ പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ, അതായത് 1 എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറാണ് ഞാൻ എഴുതുന്നത്. 1 എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ PA. എ എന്ന് പറഞ്ഞ് ഈ പൈപ്പിൻ്റെ അകത്തൊരു പ്രഷറുണ്ട്. ആ പ്രഷറിനെ ഞാൻ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്, പ്ലസ്. അപ്പോൾ ഈ പോയിന്റ് വരെ ഈ രണ്ട് പോയിന്റിലും പ്രഷർ സെയിം ആയിരിക്കും. H1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് താഴേക്ക് വന്നു. അപ്പോൾ ഈ പോയിന്റിലെ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? PA പ്ലസ് ഈ ഡിസ്റ്റൻസിലുള്ള പ്രഷർ. അതായത് H1 ഡിസ്റ്റൻസ് മാറിക്കഴിയുമ്പോൾ ഇപ്പോൾ റോ ജി H1 കൊടുക്കണം. റോ ഇൻറ്റു ജി ഇൻറ്റു H1. അതാണ് ഇവിടം വരെ വന്നപ്പോഴത്തേക്കുള്ള പ്രഷർ ഇൻക്രീസ്. PA പ്ലസ് റോ ജി H1. ഇതുപോലെ തന്നെ 2 എന്ന് പറയുന്ന
പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും? അതായത് ഇവിടെ വേറെ പ്രഷറൊന്നുമില്ല, ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ പ്രഷർ എന്തായിരിക്കും? സെയിം ലിക്വിഡ് തന്നെയാണ്. അപ്പോൾ എന്ത് പറ്റും? P2 പ്രഷർ എന്തായിരിക്കും? ρGH2. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യും. കാരണം ഈ രണ്ട് പോയിന്റിലെ പ്രഷർ സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് കിട്ടും? PA പ്ലസ് ρGH1 is equal to ρ ഇൻറ്റു G ഇൻറ്റു H2. H1ഉം H2ഉം നമുക്ക് അറിയാവുന്ന ഡിസ്റ്റൻസുകളാണ്. റോ നമുക്കറിയാം, G നമുക്കറിയാം. പി എന്ന് പറയുന്ന സാധനം മാത്രമേ അറിയാത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രഷർ കണ്ടുപിടിക്കാം. അപ്പോൾ മാനോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇനി ഇത്രയും പറഞ്ഞത് ഓക്കെ. അപ്പം ഓർത്തോണം, മാനോമീറ്റർ വെച്ച് നമുക്ക് ഇപ്പോൾ ഈ പി എന്ന് പറയുന്ന ഈ പൈപ്പിലെ പ്രഷർ നമുക്ക് ഈ മാനോമീറ്റർ വെച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പ്രഷർ, ഈ പി എന്ന് പറയുന്ന പ്രഷർ ഓക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇനി ഞാൻ ഇതേ സെയിം സാധനം ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ സെയിം സാധനം ഞാനൊന്ന് മോഡിഫൈ ചെയ്യണം. ഞാൻ ഈ ട്യൂബിൻ്റെ അകത്ത്, അതായത് ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന വാട്ടർ അല്ലാണ്ട് ഈ ട്യൂബിൻ്റെ അകത്ത് ഞാൻ കുറച്ചും കൂടെ ഡെൻസിറ്റി കൂടിയ, മിക്കവാറും മെർക്കുറിയാണ്, ഡെൻസിറ്റി കൂടിയ ഒരു ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ പേരാണ് മാനോമെട്രിക് ഫ്ലൂയിഡ്. ഈ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്തിനു വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്? അടുത്ത ചോദ്യം അതാണ്. മാനോമെട്രിക് ഫ്ലൂയിഡ് എന്തിനു വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്? അതായത് ഈ പൈപ്പിലെ പ്രഷർ ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കാം. ഈ പൈപ്പിലെ പ്രഷർ ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് പൈപ്പിന് ഇവിടം വരെ ലെങ്ത് ഉണ്ട്, യൂട്യൂബിൻ്റെ ലെങ്ത് ഇവിടം വരെ ഉണ്ട്. വാട്ടറിൻ്റെ ഡെൻസിറ്റി കുറവാണല്ലോ. അപ്പോൾ ഈ ഹൈ പ്രഷർ കാരണം എന്ത് സംഭവിക്കും? വാട്ടർ ഇങ്ങനെ ഒഴുകി ഈ ട്യൂബിൻ്റെ അകത്തോടെ പുറത്തേക്ക് വരും. ട്യൂബിൻ്റെ അകത്തോടെ പുറത്തേക്ക് പോകുന്ന ലിക്വിഡിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യുക? കുറച്ചും കൂടെ ഡെൻസിറ്റി കൂടിയ ഒരു ഫ്ലൂയിഡ് ഈ ട്യൂബിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ വാട്ടർ പുഷ് ചെയ്യുന്നതിനെ, വാട്ടർ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് അധികം മൂവ് ആവില്ല, അത് കുറച്ചേ മൂവ് ആവുള്ളൂ. അപ്പോൾ ഹൈ പ്രഷേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് സാധനം ആഡ് ചെയ്യും? ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് ആഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ കൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കറിയാം, ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്തോടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഇതിൻ്റെ അകത്തോടെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന അഡീഷണൽ സാധനം അതൊരു മാനോമെട്രിക് ഫ്ലൂയിഡാണ്. അതായത് ഇതിൻ്റെ റൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരുപാട് റൈസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി, ട്യൂബിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി, ഇതിനെല്ലാം വേണ്ടി ഒരു ഒരു ഡെൻസിറ്റി കൂടിയ മാനോമെട്രിക് ഫ്ലൂയിഡ് നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ. ഇനി ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കുറച്ചും കൂടെ കഴിയുമ്പോൾ അതിലേക്ക് വരാം. മാനോമെട്രിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചു, ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണ്? ഇവിടെ വരാൻ സാധ്യതയുള്ളൊരു പ്രശ്നം, ഇപ്പം ഞാൻ ഈ ട്യൂബിൻ്റെ അകത്ത്, നമ്മുടെ ഈ ട്യൂബിൻ്റെ അകത്ത് വാട്ടർ അല്ലാണ്ട് മറ്റൊരു ഫ്ലൂയിഡ് ഉപയോഗിച്ചു എന്നിരിക്കുക. വാട്ടർ അല്ലാതെ വേറൊരു ഫ്ലൂയിഡ് ഉപയോഗിച്ചു. ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചു. ഈ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഈ മാനോമെട്രിക് ഫ്ലൂയിഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ മാനോമെട്രിക് ഫ്ലൂയിഡ് അല്ല, ഈ ഫ്ലൂയിഡ്, അതായത് ഈ പൈപ്പിലൂടെ തന്നെ ഒഴുകുന്ന ഫ്ലൂയിഡാണ് ഇതിൻ്റെ അകത്തോടെ കടന്നു പോകുന്നതെങ്കിൽ അത് എക്സ് മീറ്റർ ആണോ റൈസ് ചെയ്യുള്ളൂ? ഇല്ല. കാരണം ഇത് കുറച്ചും കൂടെ ഹെവി ഫ്ലൂയിഡാണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് പോകുന്നത് വെള്ളമായിരുന്നെങ്കിൽ, വാട്ടർ ആയിരുന്നെങ്കിൽ, ഡെൻസിറ്റി കുറഞ്ഞൊരു ഫ്ലൂയിഡ് ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും അല്ലേ? പക്ഷെ ആ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ഇവിടെ ഞാനൊരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റിനെ ഈക്വലൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ഹൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഈ പൈപ്പിൻ്റെ അകത്തോടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഹൈറ്റിലേക്ക് നമ്മൾ മാറ്റണം, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിന് ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് ഭാഗ്യത്തിന്. ഡയറക്റ്റ് ഇക്വേഷൻ കൊണ്ട് വളരെ എളുപ്പം ഡിറൈവ് ചെയ്യാവുന്നതാണ്. പക്ഷേ തൽക്കാലം പ്രോബ്ലം സോൾവിങ് സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഡയറക്റ്റ് കൺവേർഷൻ ഇക്വേഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് എൽ മൈനസ് 1. ഇതാണ് ആ ഇക്വേഷൻ. എച്ച് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ഫ്ലൂയിഡ്,
എസ് എൽ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ഫ്ലൂയിഡ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോണം. സ്പെസിഫിക് ഗ്രാവിറ്റി ഞാൻ സ്മോളായിട്ട് എഴുതുന്നുള്ളൂ. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു, ഓർത്തോണം, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് by density of water. Density of fluid by density of water. വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം 1000 kg/m³ ആണ്. അതിപ്പോൾ ഇവിടെ നിന്ന് എടുത്താലും വേറെ ഏതെങ്കിലും കിണറ്റിൽ നിന്ന് എടുത്താലും കടലിലെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വേറെ ആയിരിക്കും, കാരണം അതിന് സോൾട്ട് കണ്ടൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ വാട്ടർ ജനറൽ ആയിട്ടുള്ള നമ്മുടെ നോർമൽ സർക്കംസ്റ്റാൻസസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും. സോൾട്ട് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി 1000 kg/m³ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പല ക്വസ്റ്റ്യനിലും നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഇസ് 11. അതിൻ്റെ അർത്ഥം എന്താണ്? മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 11 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കിട്ടും. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് 11 ആണെങ്കിൽ ഈ 11 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്യുക 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പോൾ ഒരു ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെൻസിറ്റി ആയിരിക്കും കിട്ടുക. അപ്പോൾ ഓർത്തോണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ഫ്ലൂയിഡ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റർ ഫ്ലൂയിഡ് വാട്ടറാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടറാണ്. ഇപ്പോൾ രണ്ട് ഫ്ലൂയിഡും ഡെൻസിറ്റി ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്തായിരിക്കും? 1 ആയിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 11 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചോണം, എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക്. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 20 mm ആണ്. 20 mm ഉള്ളൂ. 20 mm എന്ന് പറയുമ്പോൾ 0.20 മീറ്ററാണ്. എല്ലാം മീറ്ററിലേക്ക് മാറ്റിയതാണ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0.020 മീറ്റർ. ഇത് ഇൻറ്റു 11/1 - 1. ഓക്കെ, ഇതിൽ നിന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0.02 ഇൻറ്റു 10, അതായത് 0.2 മീറ്റർ എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ മാനോമെട്രിക് ഫ്ലൂയിഡ് ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ വെലോസിറ്റി കാരണം ഇതിൻ്റെ അകത്ത് വാട്ടർ 2.2 മീറ്റർ റൈസ് ചെയ്യുമായിരുന്നു. അതായത് 20 സെൻറ്റിമീറ്റർ റൈസ് ചെയ്യുമായിരുന്നു. അതാണ് നമുക്കറിയേണ്ടത്. ഈ സാധനത്തിന് നമ്മൾ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് വെലോസിറ്റി എച്ചിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ √2 ഇൻറ്റു 9.81 ഇൻറ്റു h is equal to 0.2. ഇതിൻ്റെ അകത്ത് ഓക്കെ, ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ അകത്ത് ഇവർ ജി എന്ന് പറയുന്നത് 10 എടുത്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു 0.2 ആണ്. അതായത് 2 ഇൻറ്റു 0.2 0.4, അപ്പോൾ 4 കിട്ടും. √4 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. 2 m/s ആണ് ഇതിൻ്റെ വെലോസിറ്റി. നമുക്ക് അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. യെസ്, ഇവിടെ ആദ്യത്തെ ഉത്തരം തന്നെ 2 m/s ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിയും. ഈ സാധനം ഓർത്ത് വെച്ചോണം. വേറൊരു മാനോമെട്രിക് ഫ്ലൂയിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ പൈപ്പിലെ ഫ്ലൂയിഡിൻ്റെ ഈക്വലൻ്റ് റൈസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഫോർമുലയാണ് ഇത്. ഓക്കെ.